നമ്മുടെ മക്കളുടെ ദുനിയാവിലെ പ്രാഥമികവും എന്നാൽ അതേപോലെ തന്നെ സുപ്രധാനവുമായ പരീക്ഷകളുടെ റിസൾട്ട് കിട്ടിയിരിക്കുന്ന പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. രക്ഷിതാക്കൾ പലരും ആശങ്കകളിലാണ്. ഇനി എൻ്റെ മക്കളുടെ, എൻ്റെ മകൻ്റെ, എൻ്റെ മകളുടെ ഭാവി എന്താണ്? ഇനി തുടർന്നുള്ള പഠനത്തിന് എവിടെ അഡ്മിഷൻ കിട്ടും? അതിന് ഞാൻ ആരെ പോയി കാണണം? ഏത് സ്കൂൾ സെലക്ട് ചെയ്യണം? ഏത് കോളേജിനെ കുറിച്ച് ആലോചിക്കണം എന്നതിനെക്കുറിച്ച് അല്പമല്ലാത്ത ചിന്തകൾ രക്ഷിതാക്കളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇവിടെ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ നടന്നൊരു ചരിത്രത്തെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നു. ആ മനുഷ്യൻ പരാതി പറഞ്ഞു. ആരെക്കുറിച്ച്? തൻ്റെ മകനെക്കുറിച്ച്. എൻ്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല, അവൻ എപ്പോഴും എന്നെ ധിക്കരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ആ മനുഷ്യൻ പരാതി പറഞ്ഞു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മകനെ വിളിച്ചു. ആ മകനെ വിളിച്ചുകൊണ്ട് എന്തുകൊണ്ട് വാപ്പയെ അനുസരിക്കുന്നില്ല, എന്തുകൊണ്ട് മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ആ മകൻ അമീറുൽ മുഅ്മിനീനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചു ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ അലൈസ ലിൽ വലദി ഹുഖൂഖുൻ അലാ അബീഹി? ഒരു മകന് വാപ്പയിൽ നിന്ന് വല്ല ഹക്കും ലഭിക്കേണ്ടതുണ്ടോ? വാപ്പയിൽ നിന്ന്, ഉപ്പയിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് വല്ല അവകാശവും അവന് കിട്ടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, അതേ, കിട്ടേണ്ടതുണ്ട്, തീർച്ചയായിട്ടും ലഭിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണ്? അതെനിക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് പറയുന്ന സമയത്ത് അമീറുൽ മുഅ്മിനീൻ ആ കുട്ടിയോട്, ആ മകനോട് പറഞ്ഞു കൊടുത്ത 3 കാര്യങ്ങളുണ്ട്. അൻ യൻതഖിയ ഉമ്മഹു, നല്ല ഒരു ഉമ്മയെ കൊടുക്കുക. ആദർശബോധമുള്ള, ദീനീ സ്നേഹമുള്ള, ഇൽമുള്ള ഒരു ഉമ്മയെ, ഒരു മാതാവിനെ കൊടുക്കുക എന്നത് വാപ്പയുടെ ഒരു കടമയാണ്. രണ്ടാമതായിട്ട് ഖലീഫ പറഞ്ഞു കൊടുക്കുന്ന ഒരു വാപ്പയുടെ കടമ എന്നിടത്ത് പറയുന്നു, വയുഹ്സുന ഇസ്മുഹു, നല്ലൊരു പേരിടുക. ഏതെങ്കിലും അക്ഷരങ്ങൾ ചേർത്ത് വെച്ചുണ്ടാക്കിയ ഒരു ശബ്ദമല്ല, മറിച്ച് നല്ല അർത്ഥ പേരിടുക. മൂന്നാമതായിട്ട് അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, വയുഅല്ലിമഹുൽ കിതാബ, കിതാബ് പഠിപ്പിച്ചു കൊടുക്കുക. ഐ അൽ ഖുർആൻ, ഖുർആൻ ആ മകന് പഠിപ്പിച്ചു കൊടുക്കുക. ഈ 3 കാര്യങ്ങൾ ഒരു വാപ്പയുടെ കടമയാണ് എന്ന് അമീറുൽ മുഅ്മിനീൻ പഠിപ്പിച്ചു കൊടുത്തു. എന്തൊക്കെ? ഒന്ന്, നല്ല സ്വാലിഹായ ഒരു ഉമ്മയെ കൊടുക്കുക. രണ്ടാമത്, നല്ല ഒരു പേരിട്ട് കൊടുക്കുക. മൂന്നാമത്തേത്, ദീന് പറഞ്ഞു കൊടുക്കുക, ഖുർആൻ പഠിപ്പിക്കുക. ആ മകൻ ഈ 3 കാര്യങ്ങൾ കേട്ട ശേഷം ഖലീഫയോട് തിരിച്ചു പറയുന്നുണ്ട്, യാ അമീറൽ മുഅ്മിനീൻ ഇന്ന അബാ ലം യഫ്അൽ ശൈഅൻ മിൻ ദാലിക്, എൻ്റെ വാപ്പ ഈ 3 കാര്യങ്ങളിൽ ഒന്നും ചെയ്തില്ല, ഒരു അവകാശവും എനിക്ക് തന്നില്ല, ഒരു ബാധ്യതയും എന്നോട് നിറവേറ്റിയില്ല. എൻ്റെ ഉമ്മ ഒരു അഗ്നി ആരാധകയാണ്, മജൂസിയായൊരു സ്ത്രീയാണ് എൻ്റെ ഉമ്മ. എൻ്റെ വാപ്പ എനിക്ക് പേരിട്ടത് ഒരു കീടാണു എന്ന പേരാണ്, ഒരു കീടത്തിന്റെ പേരാണ്, ഒരു ഷഡ്പദത്തിന്റെ പേരാണ്. ആളുകൾ അത് വിളിക്കുമ്പോൾ എനിക്ക് പ്രയാസമുണ്ട്. ഒരു പേരിട്ടത് അതാണ്. എൻ്റെ വാപ്പ എനിക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് വലം യുഅല്ലിമുനി മിനൽ കിതാബി ഹർഫൻ വാഹിദ, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് പോലും എൻ്റെ വാപ്പ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഈ 3 മറുപടി, ഈ 3 കാര്യങ്ങളെ കുറിച്ച് മകൻ ഖലീഫ ഉമറിനോട് പറഞ്ഞപ്പോൾ അവിടെ വാപ്പയുണ്ട്. ആ മകന്റെ സംസാരം കേട്ട് അവിടെ നിൽക്കുന്നു പരാതി പറഞ്ഞ വാപ്പ. ആ വാപ്പയുടെ നേരെ തിരിഞ്ഞിട്ട് അമീറുൽ മുഅ്മിനീൻ പറയുന്ന മറുപടി, നീ വന്നത് നിന്റെ മകനെ കുറിച്ച് പരാതി പറയാനാണ്. നീ അവൻ നിന്നോട് അനുസരണക്കേട് കാണിക്കുന്നതിന് മുമ്പ് വാപ്പ എന്ന നിലക്ക് നീ നിന്റെ മകനോട് അനുസരണക്കേട് കാണിച്ചു എന്ന ഹദീസ് അവിടെ അവസാനിക്കുന്നു. പ്രിയമുള്ളവരെ, ആലോചിച്ച് നോക്കൂ, ഈ ഒരു കടമ, അല്ലെങ്കിൽ ഇതിലപ്പുറം പഠിപ്പിക്കപ്പെട്ടുള്ള ദീനുൽ ഇസ്ലാം മക്കൾക്ക് വേണ്ടി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പിതാവിന്റെ, ഒരു മാതാവിന്റെ, ഒരു രക്ഷിതാവിന്റെ കടമകൾ നിറവേറ്റുന്നിടത്ത് പ്രിയമുള്ളവരെ, വിജയിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്നാണ്. നമ്മൾ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കണേ, ഒരു സംശയമില്ല. വാപ്പമാരാണെങ്കിലും ഉമ്മമാരാണെങ്കിലും മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്,
അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. സമ്പത്തും മക്കളും എന്ന് പറയുന്നത് ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാകുന്നു. ആ ആയത്തിൽ ചേർത്ത് പറഞ്ഞ അതിന്റെ ബാക്കി ഭാഗങ്ങൾ വൽ ബാക്കിയാത്തു സ്വാലിഹാത്തു, എന്നാൽ നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ, നിന്റെ രക്ഷിതാവിങ്കൽ ഉത്തമമായ പ്രതിഫലമുള്ളത്. മക്കളും സമ്പത്തും എന്നൊക്കെ പറഞ്ഞാൽ അത് ഏറെ ഈ ദുനിയാവിന്റെ അലങ്കാരമാണ്. പക്ഷേ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും പ്രധാനമുള്ളത് നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ്. വഖൈറുൻ അമല, അതാണ് ഉത്തമമായ പ്രതീക്ഷ നൽകുന്നതും അതാണ്. നമ്മുടെ മക്കൾ നമുക്ക് പ്രതീക്ഷയാവുന്നുണ്ടോ? നമ്മുടെ മക്കളിൽ പ്രിയമുള്ളവരെ നമുക്ക് പ്രതീക്ഷയുണ്ടോ? നമ്മുടെ മക്കൾ പരലോകത്തേക്ക് നമുക്ക് മുതൽക്കൂട്ടാകുമോ? ഇരുന്ന് ചിന്തിക്കേണ്ടുന്നൊരു സന്ദർഭം കൂടിയാണ്. അതുകൊണ്ടല്ലേ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഒന്നും കൊണ്ടുപോകില്ല. ധരിച്ചിരിക്കുന്ന വില കൂടിയ വസ്ത്രങ്ങൾ ഉണ്ടാവില്ല, അവന്റെ സമ്പത്തുണ്ടാവില്ല, അവൻ ഈ ദുനിയാവിൽ നേടിയ ഭൂസ്വത്തുക്കളുടെ ഒന്നും ഉണ്ടാവില്ല. ഒരാധാരത്തിന്റെ കോപ്പി പോലും വെക്കൂല. 3 കാര്യങ്ങളെ ഉണ്ടാവും. 3 കാര്യങ്ങളെ ഖബറിലേക്ക് പോകൂ. ഒന്ന് സ്വദഖത്തുൻ ജാരിയ, ജാരിയായ വല്ല നിലനിൽക്കുന്ന വല്ല സ്വതക്കയും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഖബറിലേക്ക് അത് കിട്ടും. രണ്ടാമതായിട്ട് പറഞ്ഞു ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവ് പകർന്നു കൊടുത്തുവോ ആർക്കെങ്കിലും ദീനിന്റെ വിഷയത്തിൽ ഒരു കൈ താങ്ങ് സഹായം കൊടുത്തോ, അല്ലെങ്കിൽ പഠിച്ചത് പറഞ്ഞു കൊടുത്തോ, അത് കിട്ടും വീണ്ടും മരണപ്പെട്ടതിനു ശേഷവും. മൂന്നാമതായിട്ട് പറഞ്ഞു ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടെങ്കിൽ മരണപ്പെട്ടു കഴിഞ്ഞാലും അവന്റെ ഖബറിലേക്ക്, അവന്റെ നന്മയുടെ തുലാസിലേക്ക് നന്മകൾ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മുടെ വാപ്പക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഇന്ന് പ്രാർത്ഥിച്ചുവോ നമ്മൾ? പ്രിയമുള്ളവരെ, ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. നമ്മൾ മരിച്ചാൽ ആ മയ്യത്ത് കുളിപ്പിക്കാൻ നമ്മുടെ ആൺമക്കള്, വാപ്പമാര് മരിച്ചാൽ ആൺമക്കൾ ഉണ്ടാവോ എന്നാണ്. ചിലപ്പോ നമ്മൾ ഉന്നത വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് വലിയ ഉദ്യോഗം കിട്ടി, വലിയ സമ്പത്തുള്ള സാലറിയുള്ള ആളായി, ഒരു പക്ഷെ നമ്മൾ മരിച്ചു എന്നറിഞ്ഞാൽ ഉടനെ ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്ത് വരാൻ സാമ്പത്തിക ശേഷി ഉണ്ടാവും. മോന് വന്നിട്ട് മതി വാപ്പയെ കുളിപ്പിക്കാനെന്ന് പറയുമ്പോൾ വാപ്പയുടെ ആ ശരീരത്തിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കാൻ ധൈര്യമില്ലാത്ത, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത വാപ്പയെ കൊണ്ടുപോയി മണ്ണിൽ വെച്ച് അവിടെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആ തസ്ബീഹ് ചൊല്ലുമ്പോൾ, എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ വായിലേക്ക് നോക്കി അതിൻ്റെ കൂടെ മൂളിക്കൊടുക്കുന്നവരാണോ നമ്മുടെ മക്കൾ? നമ്മൾ അങ്ങനെ മൂളിക്കൊടുത്തവരാണോ? വാപ്പക്കും ഉമ്മക്കും വേണ്ടി ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ മക്കൾ നമുക്കുപകാരമുള്ളവരായി വളർന്നോ എന്നൊരു ചിന്ത, പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇന്നർ റജുല ലതുർഫഉ ദറജതുഹു ഫിൽ ജന്ന, ആ മനുഷ്യൻ മരണപ്പെട്ട് സ്വർഗത്തിലെത്തി, സ്വർഗത്തിൽ ആ മനുഷ്യന്റെ പദവികൾ ഇങ്ങനെ ഉയർത്തി കൊടുക്കുക. ആ മനുഷ്യൻ പടച്ച റബ്ബിനോട് ചോദിക്കും, അന്നാലി ഹാദാ, അല്ലാഹുവേ ഇതെല്ലാം എനിക്കുള്ളതാണോ? ഈ പദവികളെല്ലാം എനിക്കുള്ളതാണോ? ഇത്രമാത്രം നന്മകളൊന്നും ദുനിയാവിൽ ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന അർത്ഥത്തിൽ ചോദിക്കും റബ്ബിനോട്, റബ്ബേ ഇതൊക്കെ എനിക്കുള്ളതാണോ? റബ്ബിന്റെ മറുപടി എന്തെന്നറിയോ? നിന്റെ മകൻ, നിന്റെ മകൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാണ്, അവരുടെ പ്രാർത്ഥന കൊണ്ടാണ്, അവർ നിനക്ക് വേണ്ടി പാപമോചനം തേടിയത് കൊണ്ടാണ് സ്വർഗത്തിലെ നിന്റെ ദറജകൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദറജകൾ ഉയരുമോ? നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ വാപ്പയുടെ, ഉമ്മയുടെ ദറജകൾ ഉയരുമോ? നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ പ്രിയമുള്ളവരെ? നമ്മുടെ വിഷയത്തിൽ, മക്കളുടെ വിഷയത്തിൽ കൃത്യമായൊരു ചിന്ത രക്ഷിതാക്കൾക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ സ്വർഗവും നമ്മുടെ മക്കളാണ്, നമ്മുടെ നരകവും നമ്മുടെ മക്കളാണ്. മക്കൾ അമാനത്താണ്. മക്കളെന്ന് പറഞ്ഞ വല്ലാത്തൊരു അനുഗ്രഹം, അതൊരു അമാനത്ത് കൂടിയാണ്. ആ മക്കളെ പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്ന മക്കളാക്കി വളർത്തുന്ന ബാധ്യത ഒരു രക്ഷിതാവിനുണ്ട്, ഒരു ഉമ്മക്കുണ്ട്, ഒരു ഉപ്പക്കുണ്ട് എന്നാണ്. അതുകൊണ്ടല്ലേ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, കുല്ലുക്കും റാഇൻ ഫമസ്ഊലൻ അൻ റഇയതിഹി, ചോദ്യം ചെയ്യപ്പെടും, മക്കളെ കുറിച്ച് ചോദിക്കും. ഉത്തരവാദിത്വമുണ്ട് ഒരു വാപ്പക്ക്,
ഒരു ഉമ്മക്ക് ഉത്തരവാദിത്വമുണ്ട് തങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ. ആ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അവിടെ നമ്മൾ എന്തു പറയും? എന്താണ് ഒരു വാപ്പയുടെയും ഉമ്മയുടെയും കടമ എന്ന് പറഞ്ഞാൽ? റിസൾട്ട് കിട്ടി, നല്ല മാർക്കുണ്ട്, അതുകൊണ്ട് വാപ്പ പറഞ്ഞതുപോലെ ഒരു ബൈക്ക് വാങ്ങിത്തരാം, അതാണോ കടമ? മൊബൈൽ ഫോൺ വാങ്ങിത്തരാം, ഒരു ലാപ്ടോപ്പ് വാങ്ങിത്തരാം, കൂട്ടുകാരുടെ കൂടെ ട്രിപ്പ് പോകാൻ ഇത്ര 1000 തരാം, ഇതാണോ ഒരു വാപ്പയുടെ കടമ? എന്തു വേണോ, എത്ര ഫീസ് വേണോ, ഒരു കുഴപ്പമില്ല, എന്തു വേണമെങ്കിലും ചെയ്തു തരാം, എത്ര സാമ്പത്തികമായിട്ട് നിനക്ക് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറാണെന്നൊരു വാപ്പ പറയുന്നത് മാത്രമല്ല ഒരു വാപ്പയുടെ കടമ. പ്രിയമുള്ളവരെ, ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. നമുക്ക് ഭൗതികമായി മക്കളുടെ വിഷയത്തിലൊക്കെ ശ്രദ്ധയുണ്ട്, ഉണ്ടാവണം, ഉണ്ടാവേണ്ടതുമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് മക്കളുടെ പരലോകത്തെക്കുറിച്ചൊരു ചിന്ത പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. ഭൗതിക ലോകത്ത് റിസൾട്ടുകളിൽ SSLC-യിൽ അതല്ലെങ്കിൽ +2-ന് A+ വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും പരലോകത്ത് എൻ്റെ മകൾ അവിടെ വിജയിക്കുമോ, അവിടെ A+ വാങ്ങുമോ എന്നൊരു ചിന്തയാണ്. എവിടെ അഡ്മിഷൻ കിട്ടും എൻ്റെ മകൾക്ക്, എൻ്റെ മകൻ എന്ന ചിന്തയുടെ കൂടെ, അതല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുകളിൽ ഒരു രക്ഷിതാവിൻ്റെ മനസ്സിൽ ഉണ്ടാകേണ്ടുന്ന ആദി. അതുകൊണ്ടൊരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് അവരുടെ മക്കളോടുള്ള, നമ്മുടെ മക്കളോടുള്ള കടമകളെ കുറിച്ച് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് മക്കൾക്ക് ഈമാനിന്റെ, വിശ്വാസത്തിന്റെ പാഠങ്ങൾ പകർന്നു കൊടുക്കാൻ ഒരു രക്ഷിതാവിന് സാധിക്കണമെന്നാണ്. ചെറിയ കുട്ടിയാണെങ്കിലും കടല് കാണിച്ചു കൊടുക്കും, മലകളും പുഴകളും പൂക്കളും കാണിച്ചു കൊടുക്കുമ്പോഴും കൂടെ ചേർത്തു പറയാൻ ഒരു ഉമ്മക്കും ഉപ്പക്കും കഴിയണം, മോളെ ഈ കടല് റബ്ബിൻ്റെതാണ് കേട്ടോ, ഈ പൂവിന് ഭംഗി നൽകിയത് അത് പടച്ച റബ്ബാണ് കേട്ടോ, ഈ ആകാശത്തിന് ഇത്ര ഭംഗി നൽകിയത്, ഈ നിറച്ചാർത്ത് നൽകിയത് അത് പടച്ച റബ്ബാണ് കേട്ടോ എന്ന് ചെറുപ്പം മുതൽ പറഞ്ഞു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല സൂറത്തുൽ ലുക്മാനിലൂടെ ലുക്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകുന്ന ഉപദേശങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നു, യാ ബുനയ്യ. ആ വിളിയിൽ പോലും രക്ഷിതാക്കളെ നമുക്ക് ചില ചിന്തകളുണ്ട്. ബുനയ്യ എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹത്തോടു കൂടിയുള്ള വിളിയാണ്. വാപ്പാന്റെ പൊന്നുമോൻ എന്ന് മലയാളത്തിൽ അർത്ഥം പറഞ്ഞാലും മതിയാകൂല. യാ ബുനയ്യ എന്ന അറബി പദത്തിന് അത് വിളിച്ചിട്ടാ പറയുന്നത്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അദീം. മോനെ, അല്ലാഹുവിൽ പങ്കു ചേർക്കരുതേ, തീർച്ചയായിട്ടും അത് മഹാ അക്രമമാകുന്നു. എത്ര വാപ്പാര് പറഞ്ഞു, മകൻ എത്ര വയസ്സായി, മക്കൾക്ക് എത്ര വയസ്സായി? ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ശിർക്കിനെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഈ സംസാരം കേൾക്കുന്ന ഉമ്മമാരും ഉപ്പമാരിലും എത്ര ആളുകൾക്ക് പറ്റി? പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ പഠിപ്പിച്ചു തന്നു, വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു കാണിച്ചു തന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിച്ചു തന്നു. ഒരു തവണയെങ്കിലും മക്കളെ ചേർത്ത് നിർത്തി അല്ലാഹനെ മറന്നിട്ടുള്ള ഒരു കളിയും വേണ്ടട്ടോ എന്നെങ്കിലും പറയാൻ പ്രിയമുള്ള വാപ്പമാരെ, രക്ഷിതാക്കളെ, നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. അതാണ് ഏറ്റവും ഒന്നാമത്തത്. വിശ്വാസത്തിന്റെ വിഷയത്തിൽ ഒരു ദൃഢത മക്കൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം. അതേപോലെ തന്നെയാണ് മക്കളിൽ നന്മകൾ ശീലിപ്പിക്കുക. ലുക്മാൻ റളിയല്ലാഹു അൻഹു വീണ്ടും തന്റെ മകനെ ഇങ്ങനെ ഉപദേശിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആൻ അതിന്റെ സൂറത്തുൽ ലുക്മാനിലെ 17-ാമത്തെ ആയത്തിലൂടെ കടന്നു പോകുമ്പോൾ, യാ ബുനയ്യ അഖ്മിസ് സ്വലാത്ത, നമസ്കാരം നിലനിർത്തണേ. നമ്മൾ പറഞ്ഞോ കുട്ടീനോട് നിസ്കാരം ഒഴിവാക്കരുത്. നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടേയാക്കി, സ്കൂളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഏതൊക്കെ എടുത്തത്, ആരൊക്കെ എന്നെ പഠിപ്പിക്കണേ, മാത്സ് മനസ്സിലാവുണ്ടോ, ഇന്ന വിഷയം എങ്ങനെ എടുക്കണമൊക്കെ ചോദിക്കണതിൻ്റെ കൂടെ അല്ല ളുഹർ എവിടുന്നാ നിസ്കരിക്കല്, സ്കൂളിൻ്റെ അടുത്ത് പള്ളി ഉണ്ടോ, എൻ്റെ കുട്ടി പോയിരുന്നോ എന്ന് ചോദിക്കാൻ ഒരു വാപ്പക്ക് കഴിയുമോന്നാ, കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് നമസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കാൻ, അതേപോലെ തന്നെ നന്മ കൽപ്പിക്കാൻ, തിന്മ വിരോധിക്കാൻ, ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും വസ്ബിർ അലാ മാ അസാബക്, നിന്നെ ബാധിക്കുന്ന വിഷയത്തിൽ ക്ഷമ കാണിക്കണം. ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ ഉപദേശിച്ചു എന്നാണ്. എന്തിനെങ്ങനെ ഒരു വാപ്പന്റെയും മകന്റെയും ചരിത്രം പറഞ്ഞു തന്നേ? എന്തിനാ പറഞ്ഞു തന്നേ? ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വാപ്പയും മകനും ഉണ്ടായിരുന്നു എന്ന കഥ പറയാനല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തു നിർത്തി മക്കളെ നേർവഴിക്ക് കാണിക്കുവാനാണ്.
വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അവസാനിക്കുന്നില്ല. വലാ തുസഖിർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മർഹാ. ഒരു വാപ്പയാണ് മകനെ ഉപദേശിക്കുന്നത്, നീ അഹങ്കാരത്തോടുകൂടി മനുഷ്യരുടെ നേർക്ക് നിന്റെ കവിള് കോട്ടിക്കളയരുതേ, നിന്റെ കവിള് തിരിച്ചു കളയരുതേ. ഭൂമിയിലൂടെ നീ നടക്കുമ്പോൾ പൊങ്ങച്ചത്തോടുകൂടി നടക്കല്ല മകനെ, അഹങ്കാരത്തോടുകൂടി നടക്കല്ല മകനെ. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. തീർച്ചയായിട്ടും പടച്ച റബ്ബ് ദുരഭിമാനിയും പൊങ്ങച്ചക്കാരനുമായ ഒരാളെ ഇഷ്ടപ്പെടൂല. എൻ്റെ വാപ്പാന്റെ കുട്ടി ആ കൂട്ടത്തിൽ ഉണ്ടാവരുതേന്ന് ഉപദേശിച്ചു. നമ്മുടെ മക്കളെ നന്മകൾ പകർന്നു കൊടുക്കാൻ, അവരെ ആ നന്മയുടെ വഴിയിലൂടെ നടത്താൻ ഒരു രക്ഷിതാവിന് സാധിക്കേണ്ടതുണ്ട്. ശബ്ദം പോലും ഉയർത്തരുത് എന്ന് ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ ഉപദേശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ചെന്നിട്ട് സൂറത്തുൽ ലുക്മാൻ എടുത്ത് നർത്ത സഹിതം വായിക്കണം. അതിന്റെ 2-ാമത്തെ പേജ് മുതൽ ആ ഉപദേശം ഒരു പേജോളം നീളുന്നു. ഒരു വാപ്പ എന്നുള്ള നിലക്ക് ആ വിശുദ്ധ ഖുർആനിന്റെ ആ പേജിനെ എടുത്ത് അർത്ഥ സഹിതം ഒന്ന് വായിച്ചു നോക്കാനെങ്കിലും പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മക്കളിൽ ചില വീഴ്ചകൾ ഉണ്ടാവും, ചില തിന്മകളൊക്കെ കണ്ടേക്കാം. അവിടെ തടയാൻ കഴിയണം. പലപ്പോഴും സംഭവിക്കുന്നതെന്നറിയോ, അത് കുട്ടിയല്ലേ, കുട്ടികളാവുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളം വെച്ചു കൊടുക്കുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിപ്പോ കുറച്ച് പ്രായം കഴിഞ്ഞതൊക്കെ ശരിയാകും, ഇപ്പോഴല്ലേ അതൊക്കെ നടക്കൂ. അവര് കുറച്ചൊന്ന് എൻജോയ് ചെയ്യട്ടെ, ഇപ്പോഴല്ലേ ഇത് പറ്റൂ, കുറച്ച് വലുതായാൽ പറ്റൂലല്ലോ. ആരാ കൂട്ടുനിന്നത് തിന്മക്ക്? വാപ്പയാണ് കൂട്ടുനിന്നത്, ഉമ്മയാണ് കൂട്ടുനിന്നത് മക്കളുടെ തിന്മക്ക് വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി. ഒരു തിന്മ കണ്ടാൽ അത് കൈകൊണ്ട് അതിനെ തിന്മയെ ഇല്ലാതാക്കാൻ കഴിയണം. ചിലയിടത്ത് ചിലപ്പോൾ പറ്റൂല, അവിടെ നാവ് കൊണ്ട് പറഞ്ഞിട്ടെങ്കിലും ഒന്നുമില്ലെങ്കിൽ മനസ്സുകൊണ്ട് അതിനോടൊരു വിയോജിപ്പ് വെച്ചിട്ടെങ്കിലും, ഇത് മക്കളുടെ വിഷയത്തിൽ പറഞ്ഞതല്ല, പക്ഷെ മക്കളുടെ വിഷയത്തിൽ കൈകൊണ്ട് തടയാൻ ഒരു വാപ്പക്ക് കഴിയണം, ഒരു ഉമ്മക്ക് കഴിയും. നാവ് കൊണ്ട് തടുക്കാൻ കഴിയണം. മക്കളെ തിന്മകൾ കാണുമ്പോൾ തടുക്കാൻ കഴിയണം. അതിന് കുടപിടിക്കാൻ നിൽക്കുകയല്ല ഒരു രക്ഷിതാവ് ചെയ്യേണ്ടത്. ഇപ്പൊ എന്താ ചെയ്യല, ഡ്രസ്സ് എടുക്കാനാണെങ്കിൽ പോലും അത് പണം കൊടുത്തിട്ട് വിടാൻ. കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോട്ടെ, എന്നിട്ട് ഹറാമിന്റെ വസ്ത്രമെടുത്ത്, ഔറത്ത് മറയാത്ത വസ്ത്രമെടുത്ത്, ഇസ്ലാമികപരമായ വസ്ത്രം അല്ലാത്തത് എടുത്തൊക്കെ വരുമ്പോ ഒരു വാപ്പ സമാധാനിക്കുക, ഞാൻ നല്ല വാപ്പയാണ്, അവന് ഇഷ്ടപ്പെട്ടത് അവൾക്ക് ഇഷ്ടപ്പെട്ടത് ധരിക്കാൻ അതിനുള്ള പണം എൻ്റെ കയ്യിൽ ഉണ്ടായല്ലോ, അവരിഷ്ടമുള്ളതുപോലെ നടന്നോട്ടെ എന്ന് സമാധാനിക്കുന്നതല്ല നല്ല ഒരു വാപ്പയുടെ ക്വാളിറ്റി. മക്കൾക്ക് വസ്ത്രം എടുത്തു കൊടുക്കണം, നല്ല വസ്ത്രവുമാകാം, പക്ഷേ അവിടെ ദീനനുസരിച്ച് മക്കളെ ചെറുപ്പത്തിലെ അവരെ വളർത്തിക്കൊണ്ടുവരാൻ ഒരു വാപ്പക്ക് കഴിയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അതേപോലെ അബദ്ധങ്ങളൊക്കെ മക്കളുടെ വിഷയത്തിൽ സംഭവിച്ചാലും സ്നേഹത്തോടുകൂടി മക്കളെ ഒന്ന് ഉണർത്താൻ, അവരെ ഉപദേശിക്കാൻ പാഠം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. പലപ്പോഴും വാപ്പ എന്ന് പറയുമ്പോൾ മക്കൾക്കൊന്നും എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനുള്ളൊരു സ്വാതന്ത്ര്യമൊന്നും ചിലപ്പോ ചില വാപ്പാരൊന്നും കൊടുക്കാറില്ല. കൊടുക്കണമെന്നാണ്, അത് കൊടുക്കണം. തൻ്റെ മകൻ എന്നോട് അവൻ്റെ സ്കൂളിൽ ഒരു വിഷയം, ഒരു പ്രശ്നം പറയാൻ, അവൻ്റെ ജീവിതത്തിലെ ഒരു പ്രയാസം പറയാൻ തുറന്ന ഹൃദയം ഒരു വാപ്പക്കുണ്ടാവണം. ഒരു പെൺകുട്ടിക്ക് അവളുടെ ജീവിതത്തിലുണ്ടായ, അവളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വെച്ചുണ്ടായ ഒരു പ്രയാസം അത് പറയാൻ ഉമ്മ അവൾക്ക് എപ്പോഴും കാതോർത്തിരിക്കണം എന്നാണ്. അത് നിർബന്ധമായിട്ടുണ്ടാവേണ്ട ഒരു വിഷയമാണ്. അതില്ലാതിരിക്കുമ്പോഴാണ് ഇതൊക്കെ കേൾക്കാനും അതിനൊക്കെ നല്ല രൂപത്തിൽ ചിരിച്ചു കളിച്ചു മറുപടി പറയാനും പലരും സമൂഹത്തിൽ ഉണ്ടാവുമ്പോൾ മക്കൾ ആ രൂപത്തിലേക്ക് വഴിതെറ്റി പോകുന്നത്. പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര എളുപ്പത്തിലാണ്, എത്ര ചേർത്ത് പിടിക്കലാണ് മക്കളോടുണ്ടായിരുന്നത്. അനസ് റളിയല്ലാഹു അൻഹുവിനെ അങ്ങാടിയിലേക്കൊരു കാര്യത്തിനൊരു വിഷയത്തിന് പറഞ്ഞയച്ചു. ചെറിയ കുട്ടിയാണ് അനസ് റളിയല്ലാഹു അൻഹു പോയി. അവിടെ വേറെ കുട്ടികൾ കളിക്കുന്നിടത്ത് അവിടെ അനസ് റളിയല്ലാഹു അൻഹു അത് നോക്കി നിന്നു. അങ്ങാടിയിലേക്ക് പറഞ്ഞയച്ചതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് സമയം കഴിഞ്ഞു. അനസ് റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നാലെ പോയി. എവിടെ പോയി? അനസിനെ കാണുന്നില്ലല്ലോ. കുറച്ചു ചെന്നപ്പോ കുട്ടികൾ കളിക്കുന്നത് കൈകെട്ടി നോക്കി നിൽക്കുന്ന അനസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ, നമ്മളാണ് നമ്മുടെ മക്കളെ കാണുന്നതെങ്കിൽ ആലോചിച്ച് നോക്കൂ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിറകിൽ ഇങ്ങനെ ചെന്ന് കെട്ടിപ്പിടിച്ച് യാ ഉനൈസ്, കൊച്ചു അനസേ എന്ന് സ്നേഹത്തോടെ വിളിച്ച് ഞാൻ പറഞ്ഞ കാര്യം മറന്നുവല്ലേ എന്ന് ചോദിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, നമുക്ക് പാഠമുണ്ട്. നമ്മുടെ ബിസിനസ്സിലെ പ്രയാസങ്ങൾ ഇറക്കി വെക്കേണ്ടുന്നവരല്ല മക്കൾ. ആ ഒരു പ്രയാസവും ആ ഒരു ദേഷ്യവും
ഭാര്യയോടുള്ള ദേഷ്യം, ഭർത്താവിനോടുള്ള ദേഷ്യം, കൂട്ടുകാരനോടുള്ള ദേഷ്യം തീർക്കേണ്ട ആളുകളല്ല നമ്മുടെ മക്കൾ. സ്നേഹത്തോടുകൂടി പരിചരിക്കേണ്ടുന്ന അമാനത്തായി പ്രിയമുള്ളവരെ നമ്മുടെ മക്കളെ നമ്മൾ കാണേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഉമർ ബിൻ അബീ സലമ റളിയല്ലാഹു അൻഹു പറയാൻ, ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഉമർ ബിൻ അബീ സലമ ഭക്ഷണത്തളിക കൊണ്ടുവരുമ്പോ, ചെറിയ കുഞ്ഞാണ്, കൈകൾ ഇങ്ങനെ പരതും, പല വ്യത്യസ്ത ഭാഗങ്ങളിലേക്കും ഭക്ഷണത്തളികയുടെ ഭാഗത്തേക്ക് ചെല്ലുന്നതാണ്. ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഗുലാം, പൊന്നുമോനെ, യാ ഗുലാം അല്ലെങ്കിൽ ഏ കുട്ടി എന്ന അർത്ഥത്തിൽ വിളിച്ചു. സമ്മില്ല, ബിസ്മി ചൊല്ലണം കേട്ടോ. വകുൽ ബിയമീനിക്, വലത് കൈ കൊണ്ട് കഴിക്കണം കേട്ടോ. വകുൽ മിമ്മാ യലീക്, നിന്റെ അടുത്ത് നിന്നൊരു തളികയാകുമ്പോ, ചുറ്റിലും ആളുകൾ ഇരിക്കുമ്പോ നിന്റെ ഭാഗത്ത് എന്താണോ ഉള്ളത് അവിടെ നിന്ന് കഴിക്കണം കേട്ടോ എന്ന് ഉപദേശിച്ചു എന്നാണ്. പിന്നീട് ഉമർ ബിൻ അബീ സലമ റളിയല്ലാഹു അൻഹു പറയാണ്, ഫമാ സാലത്ത് തിൽക തുഅമതി ബഅദു, അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ആ ഒരു ഉപദേശം ഞാൻ തെറ്റിച്ചിട്ടില്ല എന്ന്. നമ്മൾ പലപ്പോഴും ഉപദേശിക്കുമ്പോൾ കയർത്തുകൊണ്ടല്ലാതെ സ്നേഹത്തോടുകൂടി ഉപദേശിക്കാൻ ഒരു വാപ്പക്കും ഉമ്മക്കും സാധിച്ചാൽ അത് മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും. അവരത് പാലിക്കാൻ സന്നദ്ധരാകും. അതുകൊണ്ട് ഉപദേശങ്ങളും ശകാരങ്ങളൊക്കെ ഉണ്ടാവും. അത് മയത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, നസീഹത്തോടുകൂടി നൽകാൻ ഒരു വാപ്പയും ഉമ്മയും ബോധപൂർവം ഒരു ശ്രമവും പഠനവും ആ വിഷയത്തിൽ ഉണ്ടാവണം. അതേപോലെ തന്നെയാണ് മക്കളുടെ കൂട്ടുകെട്ടിനെ കുറിച്ചൊരു ശ്രദ്ധയുണ്ടാവണം. അവര് പഠിക്കല്ലേ, അവരൊരുമിച്ച് പഠിക്കാനല്ലേ റൂം എടുത്തത്, അവര് പഠിച്ചോട്ടെ. ഈ കാലത്തെ കുട്ടികളൊക്കെ അങ്ങനെ വീട്ടിൽ നിന്ന് പഠിച്ചാൽ മനസ്സിലാവൂല, റൂം എടുത്ത് പഠിച്ചാലേ മനസ്സിലാവൂ. നമ്മൾ അതിനുള്ള വാടകയും കൊടുത്ത് പറഞ്ഞയച്ചു, നോക്കാറില്ല. എപ്പോഴാ വീട്ടിൽ വന്നത്? 11 മണിക്ക്. പഠിക്കായിരുന്നുല്ലേ. എപ്പോഴാ വന്നത്? പുലർച്ചെ 3 മണിക്ക്. പഠിക്കായിരുന്നുല്ലേ? അല്ല, പഠിച്ചോട്ടെ. ഇതിനപ്പുറത്തേക്കൊരു വാപ്പക്കും ഉമ്മക്കും ഉത്തരവാദിത്തമുണ്ട്. എന്റെ മകൻ ആരോട് കൂട്ടുകൂടുന്നു എന്നത്. അതുകൊണ്ടല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അർറജുലു അലാ ദീനി ഖലീലി, ഒരാളെന്ന് പറഞ്ഞാൽ അവന്റെ കൂട്ടുകാരന്റെ മതത്തിലാണ്. ഈ സംസാരം കേൾക്കുന്നവരിൽ പ്രിയപ്പെട്ട മക്കളുണ്ട്. മക്കളെ, നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ SSLC കഴിഞ്ഞ് പുതിയ കൂട്ടുകാർ വരും, +2 കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ പുതിയ കൂട്ടുകാർ വരും, ജീവിതത്തിൽ പുതിയ കൂട്ടുകാരെ കിട്ടും, അല്ലെങ്കിൽ ഉള്ള കൂട്ടുകാരും ഉണ്ടാവും. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫൽയൻദുർ, അവൻ ചിന്തിക്കട്ടെ, അവൻ ഇരുന്നാലോചിക്കട്ടെ, അവൻ നോക്കട്ടെ. അഹദുക്കും മൻ യുഖാലിൽ, ആരോടാ കൂട്ടുകൂടുന്നത്? ഞാൻ ആരോടാ കൂട്ടുകൂടുന്നത്? എന്റെ കൂട്ടുകാരൻ ആരാ? ലഹരിയിലേക്ക് ക്ഷണിക്കുന്നവനാണോ? ലൈംഗിക അരാജകത്വത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നവനാണോ? നമസ്കരിക്കാൻ ഞാൻ പോകുമ്പോൾ എന്തിനു നമസ്കരിക്കണമെടാ എന്ന് ചോദിക്കുന്നവനാണോ എന്റെ കൂട്ടുകാരൻ? ആ കൂട്ടുകാരനെ മാറ്റി നിർത്താൻ കഴിയണം. അതല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമ പറഞ്ഞു തന്നു. നല്ല കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അതൊരു കസ്തൂരി വിൽപ്പനക്കാരനെ പോലെയാണ്. അവൻ ചിലപ്പോ കുറച്ച് കസ്തൂരി ശരീരത്തിൽ ഇങ്ങനെ പുരട്ടിത്തരും, അതല്ലെങ്കിൽ സൗജന്യമായിട്ട് തരും, അല്ലെങ്കിൽ ആ നല്ല സുഗന്ധം അവനിൽ നിന്ന് വാങ്ങാൻ കഴിയും. ഒന്നുമില്ലെങ്കിൽ അവന്റെ അടുത്ത് പോയി നിന്നാൽ നല്ല സുഗന്ധം കിട്ടും. ചീത്ത കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അത് ഉലയിൽ ഊതുന്നവനെ പോലെയാണ്, ഉലയിൽ ഊതി ഇരുമ്പുണ്ടാക്കുന്നവനെ പോലെയാണ്. അവന്റെ കൂടെ കൂടിയാൽ നിന്റെ ശരീരത്തിൽ കരി പുരണ്ടു പോകും. ഇനി അവന്റെ അടുത്ത് നിന്നാൽ അവിടെയുള്ള ദുഷിച്ച ഒരു മണമായിരിക്കും നിനക്ക് കിട്ടുക, അതിന്റെ രീഹ് ദുഷിച്ചതായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയമുള്ള മക്കളെ, ഈ സംസാരം കേൾക്കുന്നവർ അവരുടെ ജീവിതത്തിൽ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം ഹബീബുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. 6ാമത്തെ വിഷയം എന്തെന്നറിയോ? രക്ഷിതാക്കളോടാണ്. സമ്പാദ്യം ഹലാലാക്കണം. നമ്മൾ എന്തിനാ ബിസിനസ് നടത്തുന്നത്? നമ്മൾ എന്തിനാണ് ഈ അധ്വാനിക്കുന്നത്? നമ്മുടെ മഹല്ല് വേറെ എവിടെയോ ആണ്, നമ്മൾ എന്തേ ഈ പള്ളിയിലെത്തി? നമ്മുടെ കച്ചവടം ഇവിടെയാണ്, നമ്മുടെ ഏർപ്പാട് ഇവിടെയാണ്, നമ്മുടെ ഓഫീസ് ഇവിടെയാണ്, നമ്മുടെ അധ്വാനം ഇവിടെയാണ്. എന്തിന് അധ്വാനിക്കുന്നു? എന്തിന് ബിസിനസ് നടത്തുന്നു? എന്തിന് നമ്മൾ ഓരോ ഏർപ്പാടിൽ ഇടപെടുന്നു? നമ്മുടെ കുടുംബം പോറ്റാൻ, മക്കളെ വളർത്താൻ. പ്രിയമുള്ളവരെ, ആ മക്കൾക്ക് ഹലാലായ സമ്പാദ്യമല്ലാതെ ഹറാമായ മുതൽ തീറ്റിയാൽ, പണ്ഡിത ലോകം ഇങ്ങനെ എണ്ണി പറഞ്ഞു, ഹറാമ് കഴിക്കുന്നവന്റെ ഹൃദയത്തിലേക്ക് നന്മകൾ കയറൂല, സതുപദേശം അവന്റെ ഹൃദയത്തിലേക്ക് കയറില്ല. മക്കൾക്ക് നമ്മൾ കൊണ്ടുപോയി വില കൂടിയ വസ്ത്രവും വില കൂടിയ ഭക്ഷണവും കൊടുത്തു നമ്മൾ, പക്ഷേ അത് അന്യന്റെ മുതലാണ്, അത് പലിശയുടെ പണമാണ്, അത് മറ്റൊരാളെ പറ്റിച്ച് സംഖ്യയുടെ ഓഹരിയാണെങ്കിൽ
ആ കുട്ടിയുടെ ആ കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് എങ്ങനെയാണ് ദീന് കയറുക, എങ്ങനെയാണ് സതുപദേശം കയറുക? നമ്മുടെ അവസ്ഥ എന്താ? ഹറാമ് കഴിക്കുന്ന നമ്മുടെ അവസ്ഥ എന്താ? പ്രിയമുള്ളവരെ, സമ്പാദ്യം ഹലാലാക്കുക എന്നതിനെ മക്കളുമായി ചേർത്ത് പണ്ഡിത ലോകം എഴുതി വച്ചു എന്നതാണ് ഹലാലായ സമ്പാദ്യം മക്കൾക്ക് വേണ്ടി കൊടുക്കുക. അതേപോലെ തന്നെയാണ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്. വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഏതെങ്കിലും റിസൾട്ട് വരുന്നതിന്റെ തലേന്ന് മാത്രമല്ല മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. പ്രിയമുള്ളവരെ, നമുക്ക് കാണാൻ കഴിയും റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന, മകന് വേണ്ടി, തന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിച്ചത്? റബ്ബി ജഅൽനി മുഖീമസ്സലാ, നമസ്കാരം നിലനിർത്തുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണം. എന്നെ ഉൾപ്പെടുത്തിയ മാത്രം പോരെ റബ്ബേ, വമിൻ ദുർരിയതി, എന്റെ മക്കളിലും നമസ്കാരം നിലനിർത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന വാപ്പയിൽ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വാപ്പമാരെ, ഉമ്മമാരെ, നമുക്ക് പാഠമുണ്ട്. മക്കളുടെ ദീനിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. പ്രിയമുള്ളവരെ, നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. ഇബാദുർ റഹ്മാനിന്റെ പ്രാർത്ഥനകളെ കുറിച്ച് പറഞ്ഞിടത്തെല്ലാം അവരുടെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞു. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. മക്കളിൽ കൺകുളിർമ നൽകണേ. മക്കളിൽ കൺകുളിർമ നൽകണേ. എന്താ കൺകുളിർമ എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ സാലറി കിട്ടുമ്പോ വാപ്പക്കൊരു 5000 കൊണ്ടുതരുന്നതിന്റെ പേരല്ല കൺകുളിർമ. ഉമ്മക്ക് നല്ലൊരു വസ്ത്രം എടുത്ത് കൊടുക്കുന്നതിന്റെ പേരല്ല കൺകുളിർമ. മക്കള് ദീനനുസരിച്ച് ജീവിക്കുന്നത് കണ്ണുകൊണ്ട് കാണുമ്പോ ഒരു വാപ്പയുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സന്തോഷത്തിന്റെ പേരാ കൺകുളിർമ. മകന് ഇമാമത്ത് നിൽക്കുമ്പോൾ പിറകിൽ ഇരിക്കുന്ന, പിറകിൽ മഅ്മൂമായി സുജൂദിലേക്ക് മകൻ വീണതിനു ശേഷം സുജൂദിലേക്ക് പോകുന്ന വാപ്പയുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സന്തോഷത്തിന്റെ പേരാ കൺകുളിർമ. മകൻ ഖുത്ബ പറയുമ്പോൾ ആ ഖുത്ബ ശ്രവിച്ചുകൊണ്ട് വാപ്പ സദസ്സിലുണ്ടോ, ആ വാപ്പയുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സന്തോഷത്തിന്റെ പേരാണ് പ്രിയമുള്ളവരെ കൺകുളിർമ എന്ന് പറയുന്നത്. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ, ഖുറത്തു ഐൻ, കൺകുളിർമയുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കാൻ, ദീനുള്ള മക്കളാക്കണേ ഞങ്ങളുടെ മക്കളെ എന്ന് പ്രാർത്ഥിക്കാൻ. പ്രിയമുള്ളവരെ, നമുക്ക് ആ പ്രാർത്ഥന നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവസാനത്തെ ഒരു വിഷയം എന്തെന്ന് പറഞ്ഞാൽ, ദീനീപരമായ സാഹചര്യങ്ങൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ മകന് നല്ല ഏറ്റവും പ്രശസ്തമായ ഒരു കോളേജിൽ അഡ്മിഷനൊക്കെ ആരൊക്കെയോ സ്വാധീനിച്ച് ലക്ഷങ്ങളൊക്കെ കൊടുത്തിട്ടാണെങ്കിലും അവിടെ അഡ്മിഷനൊക്കെ ഉണ്ടാക്കി തരപ്പെടുത്തി കൊടുത്തു. പക്ഷേ അവൻ ആ സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ അവിടെ ജുമഅക്ക് പോകാൻ ഒരു പള്ളി പോലും ഇല്ല. അവന്റെ റൂമിൽ മുസല്ല വിരിച്ച് നമസ്കരിക്കാൻ കൂടെയുള്ള ആളുകൾ സമ്മതിക്കില്ല. ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അവനെ ആ കോളേജിൽ സമ്മതിക്കില്ല. ഇങ്ങനെ ഒരു കോളേജിലാണ് നമ്മുടെ പെൺകുട്ടിയെ, നമ്മുടെ ആൺകുട്ടിയെ കൊണ്ടു ചെന്നാക്കിയത് എങ്കിൽ, നമ്മുടെ നിർബന്ധം കൂടി അതിലുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, പടച്ച റബ്ബിനോട് നമ്മൾ സമാധാനം പറയേണ്ടി വരും. ദീനീ സാഹചര്യങ്ങൾ മക്കൾക്കുണ്ടാക്കി കൊടുക്കണം. ഒരു വേനൽ അവധിയാണ്, എത്രയോ മോറൽ ക്ലാസുകൾ, എത്രയോ അതല്ലാത്തത് ക്യാമ്പുകൾ നടന്നു. നമ്മുടെ മക്കൾ അവിടെ പോയിട്ടുണ്ടോ എന്നാണ്. നമ്മൾ അറിഞ്ഞു പള്ളിയിൽ നിന്ന് ക്യാമ്പുണ്ട്, നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞോ എന്നാണ്, അവരുടെ സാന്നിധ്യം നമ്മൾ ഉറപ്പിച്ചോ എന്നാണ്. പ്രിയമുള്ളവരെ, ദീനിന്റെ മാർഗത്തിൽ മക്കളെ ചലിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഭൗതികമായ വിഷയങ്ങൾ, ഭൗതികമായ പഠനങ്ങൾ വേണ്ട എന്നല്ല, അതിൻ്റെ കൂടെ പടച്ച റബ്ബിനെ മറക്കാത്ത മക്കളാവണം. കൈക്കൂലി വാങ്ങാത്ത ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ടാവട്ടെ, ഹക്കും ബാത്തിലും നോക്കുന്ന ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഉണ്ടാവട്ടെ, സിവിൽ സർവന്റുമാരുണ്ടാവട്ടെ, ഖുത്ബ പറയുന്ന ഡോക്ടർമാരുണ്ടാവട്ടെ. പ്രിയമുള്ളവരെ, ആ രൂപത്തിലേക്ക് നമ്മുടെ മക്കളെ മാറ്റാൻ നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, പ്രവർത്തനം കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. ഒരാള് ദീന് പഠിച്ചാൽ അവന് വേണ്ടി കടലിലെ മത്സ്യങ്ങൾ പോലും പ്രാർത്ഥിക്കുന്ന, പലപ്പോഴും എന്താ അറബി കോളേജ് എന്ന് പറഞ്ഞാല് അതിങ്ങനെ ജസ്റ്റ് D+ കിട്ടി പാസ്സായ കുട്ടികൾക്കുള്ള സ്ഥല എന്നുള്ളൊരു ചിന്തയാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. നമ്മുടെ തൊട്ടടുത്ത് ഈ സംസാരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അറബി കോളേജിന്റെ ചുമര് എനിക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ എത്ര മക്കൾ അവിടെ പഠിക്കുന്നുണ്ട്, എത്ര പേരക്കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. സാഹചര്യങ്ങളില്ലാഞ്ഞിട്ടല്ലല്ലോ. എന്തുകൊണ്ട് ദീന് പഠിക്കുന്നിടത്തിരുന്ന് നമ്മുടെ മക്കളെ നമ്മൾ പിറകോട്ട് കൊണ്ടുവന്നു? അങ്ങനെ കൊണ്ടുവന്നാൽ ഈ സമൂഹത്തിൽ സംഭവിക്കാനിരിക്കുന്നത് വലിയ വിപത്തുകളാണ്. ദീനുണ്ടായിരുന്നുവെങ്കിൽ ആത്മഹത്യകൾ ഉണ്ടാകുമായിരുന്നില്ല. തോൽക്കും എന്നു കരുതി ആത്മഹത്യ ചെയ്തൊരു കുട്ടി, പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചൊരു കുട്ടി, ആ കുട്ടി റിസൾട്ട് വന്നപ്പോൾ തോറ്റു, പകരം ആത്മഹത്യ ചെയ്തു. സ്വന്തം പിതാവിനെ അടിച്ചു കൊന്നു, കിഡ്നി പോലും തകർന്നു, വാരിയെല്ല് തകർന്നു പിതാവിന്റെ,
വൃഷ്ണം തകർന്നു. ഒരു മകൻ ഒരു വാപ്പയെ കൊന്നതിൻ്റെ കഥ ഇന്നലെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തിൽ നിന്ന് വന്നതാണ്. ആലോചിച്ചു നോക്കൂ, എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇങ്ങനെ? ലോകം മുഴുവൻ വിളിച്ചു പറയാ മതം വേണ്ട എന്ന്. നമ്മുടെ മക്കളും പറയാം മതപഠന സ്ഥാപനങ്ങൾ വേണ്ട, മതം വേണ്ട. നമ്മൾ അവരുടെ കൂടെ കൂടി അവരുടെ കൂടെയായി പോകുന്നുവോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഈ ലോകത്തുള്ള അരാജകത്വങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ലൈംഗിക പരമായ വിഷയങ്ങൾക്കും എല്ലാത്തിനും പരിഹാരം ദീനുണ്ടാവുക എന്നതാണ്. ആ ദീന് നമുക്കുണ്ടാവണം, നമ്മുടെ മക്കൾക്കും ഉണ്ടാവണം, നമ്മളും പഠിക്കാൻ കഴിയണം. പ്രിയപ്പെട്ട മക്കളെ, ദീന് കൊണ്ട് മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയൂ. അങ്ങനെ വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും.